ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ചേട്ടൻ ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഇന്നേ വരെ എനിക്ക് എന്റെ ചേച്ചിമാരുണ്ടാക്കിയിട്ടില്ല. അപ്പോഴാണെങ്കിലും അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഞങ്ങൾക്ക് തന്നിട്ടേ ഇല്ല. അപ്പോഴാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ അടുത്ത് ഏറ്റവും നല്ല സുഹൃത്തായിട്ട് ഞങ്ങളുടെ അപ്പനും അമ്മയും, ബ്രദറായിട്ട്, ഫാദറായിട്ട്, ഫ്രണ്ടായിട്ട്, ഞങ്ങൾക്ക് എന്താ പറയാ, അങ്ങനെ വി ക്യാൻ ഡിസ്കസ് എനിത്തിങ് ആൻഡ് എവറിത്തിങ്. അപ്പയുടെ പേരുകള് പൗലോസ് കറിയ പപ്പ, മമ്മി ഷീജ പൗലോസ്. രണ്ടുപേരും ഇടുക്കിക്കാരാണ്. എല്ലാവരും ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഒക്കെ ഇടുക്കിയിലാണ്, പടിക്കൻകുടിയിലാണ്. ഒരു കാനിലോല ഞാൻ കണ്ടീല, തിരുതാളി വെച്ചതും കണ്ടീല, കളവാണിയാം കിളിയോർത്തീല അകലേ. ഈ നാടു റാണിയായി തോന്നീല, ഒരു തോഴി എന്ന പോൽ തോന്നീല, ഇതിലാരു ലോലയിൽ നോത്തീല വലനാ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പിറവത്തിനടുത്തുള്ള വെളിയനാട് ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ തികച്ചും വ്യത്യസ്തതയുള്ള 3 സഹോദരിമാർ. ഒരാൾ മെറിൻ, ഒരാൾ ജെറിൻ, വേറൊരാൾ അന്ന. നമസ്കാരം 3 പേർക്കും. ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് മെറിൻ, കൂട്ടത്തിൽ മൂത്തയാളാണ് ഞാൻ. ഞാനിപ്പം വർക്ക് ചെയ്യാണ്, US-ലാണ്. ഇപ്പം ഹൗസ് വാമിംഗ് ഒക്കെ ആയിട്ട് വന്നേക്കുന്നതാണ്. എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ IT-ലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് ജെറിൻ. ഞാനിപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ 1 വർഷമായിട്ട് പൂനെയിൽ ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ആയിട്ട് ELT എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ മെയിനായിട്ട് പ്രൊജക്ട്സ് ഒക്കെ ELT എന്ന കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ അവധിയൊക്കെ ആയിട്ട് ഒരു 4 വർഷത്തിന് ശേഷം ഞങ്ങളെല്ലാവരും 5 പേരും ഒരുമിച്ച്. ഞാൻ അന്ന, ഞാനിവിടെ സെന്റ് തെരേസാസ് കോളേജിൽ എറണാകുളത്ത് BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സിന് പഠിക്കുന്നു. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. സെക്കൻഡ് സെം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ പ്രത്യേകതയുള്ളത് 3 പേരുടെയും പ്രൊഫഷൻ 3 തലത്തിലാണ് അല്ലേ? IT ആണ്, ഒരാൾ ഹോർട്ടിക്കൾച്ചറിസ്റ്റ്, ന്യൂട്രീഷൻ. അപ്പൊ തികച്ചും വ്യത്യസ്തമായ 3 തലങ്ങൾ. അപ്പൊ നിങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കിയിലെ ഹൈ റേഞ്ചിൽ നിന്നാണ് ഈ സമതലത്തിലേക്ക് എത്തിയത്. വേറെ പാട്ട് പാടും അല്ലേ? യേശുദാസിൽ നിന്ന് സമ്മാനം വാങ്ങിച്ച ഒരു നിമിഷം. അത് കലാതിലകം ആയിരുന്നു. ഞാൻ 9th പഠിക്കുമ്പോൾ CMI പബ്ലിക് സ്കൂളിൽ അവിടെ നിന്ന് സാറിൻ്റെ അടുത്ത് നിന്ന് ഒരു അവാർഡ് കിട്ടാനായിട്ടൊരു ഭാഗ്യം ഉണ്ടായി. എന്തായാലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന 3 സഹോദരിമാരാണ്. നിങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇടുക്കിയിൽ നിന്ന് ലോ റേഞ്ചിലേക്ക് എത്തിയപ്പോഴുള്ള ഒരു അനുഭവം എങ്ങനെയാണ്? ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ചിറകുകൾ മുളയ്ക്കും, പാറിപ്പറന്ന് നടക്കാനുള്ള ഒരു തോന്നലുണ്ടാവും. മാത്രമല്ല ഉത്തരവാദിത്വങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്ത് ഇങ്ങനെ പോവുകയാണ് അല്ലേ? എന്താണ് മെറിന് പറയാനുള്ളത്? അപ്പ അമ്മയും തന്നൊരു ഒരു റൂട്ടുണ്ട്. നമ്മൾ വേരുകൾ മറക്കാതെ ഉള്ളൊരു യാത്ര എന്ന് അതിനെ പറയാം. എത്ര വളർന്നാലും നമ്മൾ വന്ന വഴി മറക്കാതെ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മൾ എപ്പോഴും തിരികെ നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് തന്നെയാണ് ഞങ്ങൾ 3 ഒരുമിച്ച് നിർത്തുന്നതും കുടുംബത്തോടൊപ്പം ചേർത്ത് നിൽക്കുന്നത്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാൽ പോലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ചേർന്ന് നിൽക്കുക എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇത്തരത്തിലൊക്കെ മാറണമെന്നുള്ള ഒരു ചിന്ത എപ്പോഴുണ്ടായത്? ഇങ്ങനെ പഠിക്കണം, പഠിച്ച് മിടുക്കികളാവണം എന്നൊക്കെയുള്ള ചിന്ത എപ്പോഴുണ്ടായത്? അപ്പൊ ഞങ്ങളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളല്ല. അപ്പൊ അതെ, അമ്മ അതെ. വേറൊരു കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് എന്തിഷ്ടം ഒരിക്കലും ഞങ്ങൾ ഒന്നിനും ഫോഴ്സ് ചെയ്തിട്ടില്ല. എന്താണോ ഇഷ്ടം അത് ചെയ്യുക. പിന്നെ എല്ലാം ചെയ്യണം. പെൺകുട്ടികളാണെന്ന് കരുതി ഒരിക്കലും മാറി നിൽക്കരുത്. ഡ്രൈവിംഗ് ആയിക്കോട്ടെ, ഫോർവെൽ ടു എന്തും ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഓരോ ആക്ടിവിറ്റീസിന് പുറകോട്ട്. പക്ഷെ ഞങ്ങൾ പുഷ് ചെയ്യുകയില്ല. ഇഷ്ടമാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ ഞങ്ങളെ കൊണ്ടു നടക്കാൻ റെഡിയാണ് പപ്പയും മമ്മിയും. അതിൽ ഒരുപാട് അവർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ നല്ലൊരു ലൈഫിന് നല്ല പാട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ സാക്രിഫൈസ് ചെയ്തത്. സോ ഇതെല്ലാം ഇത് റെസ്പോൺസിബിലിറ്റി അല്ല, ഇതാണ് ഞങ്ങളുടെ ലൈഫ്. ആക്ച്വലി മക്കളുടെ ഒരു സക്സസ് എന്ന് പറയുന്നതിൽ
പേരൻസിന് വലിയ പങ്കുണ്ടെന്ന് പറയുന്നതിന്റെ ഒരു എക്സാക്ട് എക്സാമ്പിൾ ആണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പയമ്മ. ഞങ്ങളുടെ എല്ലാ വഴികളിലും ഞങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ചെയ്യുന്ന പേരൻസിനാണ് ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. സഹോദരങ്ങളില്ലെങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും ആണും പെണ്ണുമായിട്ട് അഭിനയിക്കേണ്ടി വരുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ചേട്ടൻ ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഇന്നേ വരെ എനിക്ക് എന്റെ ചേച്ചിമാരുണ്ടാക്കിയിട്ടില്ല. അപ്പോഴാണെങ്കിലും അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഞങ്ങൾക്ക് തന്നിട്ടേ ഇല്ല. അപ്പയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ അടുത്ത് ഏറ്റവും നല്ല സുഹൃത്തായിട്ട് ഞങ്ങളുടെ അപ്പനും അമ്മയും, ബ്രദറായിട്ട്, ഫാദറായിട്ട്, ഫ്രണ്ടായിട്ട്, ഞങ്ങൾക്ക് എന്താ പറയാ, അങ്ങനെ വി ക്യാൻ ഡിസ്കസ് എനിത്തിങ് ആൻഡ് എവറിത്തിങ്. അപ്പയുടെ പേരുകള് പൗലോസ് കറിയ പപ്പ, മമ്മി ഷീജ പൗലോസ്. രണ്ടുപേരും ഇടുക്കിക്കാരാണ്. എല്ലാവരും ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഒക്കെ ഇടുക്കിയിലാണ്, പണിക്കൻകുടിയിലാണ്. അതെ, പണിക്കൻകുടിയിൽ കുഞ്ഞോനെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ പൗലോസിനെ കുഞ്ഞുമാണെന്ന് അറിയപ്പെടുന്നുണ്ടല്ലേ? പപ്പ അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് എത്തി, പിറവത്തേക്ക് എത്തി. അപ്പോൾ അപ്പോഴേക്കും മെറിന്റെ പഠനം എത്രത്തോളം എത്തിയിരുന്നു? ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ 10th ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തത്. +1 +2 ഞാനിവിടെ മോർ കൂറിലസ് മെമ്മോറിയൽ പിറവം പള്ളി സ്കൂളിലായിരുന്നത്. അപ്പോൾ ജെറിനോ? ഞാൻ 9th എങ്ങോട്ട് വന്നത്, 9th 10th, പിന്നെ അങ്ങോട്ടുള്ള എഡ്യൂക്കേഷൻ എല്ലാം ഇവിടെ. പിന്നീട് അഗ്രികൾച്ചർ പഠിക്കാനായിട്ട് പഞ്ചാബ്. അങ്ങനെയായിരുന്നു എന്റെ എഡ്യൂക്കേഷൻ. ഞാൻ ഇവിടെ വരുമ്പോ 5th 10 വയസ്സ് വരെയാണ് ഇടുക്കിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്റ്റിൽ എനിക്ക് ആ ഒരു ഇടുക്കിന്റെ ആ ഒരു റൂട്ട്സിന്റെ ഒരു ഗുണം ഇപ്പോഴും ഉണ്ട്. ഇടപഴകുമ്പോഴാണെങ്കിലും ബെസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ പഠിച്ച സ്കൂളാണ് ക്യൂൻ മേരി പബ്ലിക് സ്കൂൾ. ഞങ്ങളാക്കിയത് ക്യൂൻ മേരി. തീർച്ചയായും ശാലിന സിസ്റ്റർ, മേരി ജോൺ സിസ്റ്റർ, മരിയ സിസ്റ്റർ, ഞങ്ങൾക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സിസ്റ്റേഴ്സും ഞങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്നവരാ ഞങ്ങളെ ആക്റ്റീവ് ആക്കിയത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ, ഇപ്പോൾ അന്നെ ഒഴികെ നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ ജോലി കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? മോളിപ്പോൾ എത്ര നാളായി മെറിൻ അവിടേക്ക് പോയിട്ട്? ഞാനിപ്പോൾ 4 years ആയി. 2020 ഞാൻ US പോകുന്നത്. മാസ്റ്റർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോയതാണ്. MBA ഇൻ ബിസിനസ് അനലിറ്റിക്സ് ഞാൻ ചെയ്ത പ്രോഗ്രാം. പഠിച്ച് കംപ്ലീറ്റ് ആയി. ഉടനെ ജോലിയായി. IT-ലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു IT പേഴ്സൺ അല്ല സത്യത്തിൽ. എന്ന് വെച്ചാൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു ക്രിയേറ്റിവിറ്റി ഒക്കെ കുറേ ഇഷ്ടമുള്ള ആളാണ്. വരയ്ക്കാൻ ഇഷ്ടമാണ്. ആർക്കിടെക്ചറായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ സംഹൗ ദൈവം ആക്കി വെക്കുന്ന ഒരു റൂട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അതിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ. ഇന്നത് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം പോകണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നതിൽ ലൈഫിൽ ഒരു കാര്യമില്ല. ചില സമയത്ത് ചിലത് വിട്ടുകൊടുക്കുന്നതിലും സന്തോഷം കണ്ടെത്താൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ. തീർച്ചയായിട്ടും. ഇപ്പോൾ ജെറിനെ സംബന്ധിച്ചിടത്തോളം ജെറിൻ ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് ഈ ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്. എന്തെല്ലാം ഫാമിലിയുടെ നടുക്കഷ്ണമാണ്. ക്രിയേറ്റിവിറ്റി വല്ലാതെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്ത ആളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ ഇത്രയും എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത്ര ലക്കി ആയിട്ടുള്ള ആള് അങ്ങനെ എനിക്കറിയില്ല. എനിക്ക് കൃഷിയായിരുന്നു ഏറ്റവും താല്പര്യം. അപ്പൊ പപ്പയുടെ കൂടെ പറമ്പിലും ഒക്കെ ആയിട്ട് ജേലം ജാതിക്ക നനയ്ക്കാൻ അങ്ങനെ എനിക്ക് കൃഷിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ പപ്പയോട് പറയുന്നത് ഇല്ല ഞാനിത് കഴിഞ്ഞിട്ട് കൃഷിക്ക് ഇറങ്ങാം. അപ്പോൾ ഇല്ല പഠിക്കണം, പെൺകുട്ടികളായാൽ പഠിക്കണം, ഡിഗ്രി കഴിഞ്ഞ് നിനക്ക് കൃഷി ചെയ്യണമെങ്കിൽ നീ കൃഷി ചെയ്തോളാം. പഠിക്കാൻ പോയി ഞാൻ BSc അഗ്രികൾച്ചർ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ എനിക്ക് ഹോർട്ടിക്കൾച്ചറിനോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ അതിൽ ക്രിയേറ്റീവായിട്ട് ഓക്കെ വാട്ട് ഈസ് ന്യൂ, ഏതാണ് പുതിയ ടെക്നോളജി. പിന്നീട് എനിക്ക് അങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻസിനോട് താല്പര്യമായി. പിന്നെ അത് ഏറ്റവും ബെസ്റ്റ് കമ്പനി, ഇന്ത്യയിലെ മൊണോപ്പൊളി ആയിട്ടുള്ള കമ്പനിയിൽ എനിക്ക് ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്യാൻ പറ്റി. ELT ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ്, കനേഡിയൻ ബേസ്ഡ് കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വളരെ മേജർ ആയിട്ടുള്ള പ്രൊജക്ട്സ് ഇപ്പോൾ ഇനി അടുത്ത ന്യൂ ആയിട്ട് സിംഗപ്പൂർ എയർപോർട്ട് വരുന്ന എയർപോർട്ട് പ്രൊജക്ട്സ് മേജറായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്നു. ഐ എം സോ ഹാപ്പി. ഞാൻ ചെയ്യുന്നതിൽ എത്ര നാളായി ശരിക്കും? ഒരു 1.5 വർഷമായിട്ടുള്ളൂ. ഞാൻ എന്റേതായിട്ട് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യണം. ഇക്കോളജിക്കൽ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടീമെ ഹെഡ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വീടുകളൊക്കെ നിർമ്മിച്ചു കഴിയുമ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലെ കൊൽക്കത്ത പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ കേരളത്തിലും അതായിട്ടുണ്ട് അല്ലേ? അതെ, ആയി തുടങ്ങിയിരിക്കും. നമ്മൾ ടെക്നോളജി ഏറ്റവും സയന്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്തോട്ട് മുന്നോട്ട് പോകുന്നു. വെർട്ടിക്കൽ ഗാർഡൻസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇത് ഡിഫറെൻ്റ് ആയിട്ട് സയന്റിഫിക് ആയിട്ട് പിന്നെ പുതിയ ഡിസൈൻസ് വളരെ എക്സൈറ്റിംഗ് ആണ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ 5 മിനിറ്റിലേക്ക് പറഞ്ഞു തീർച്ചയായിട്ടും ആവില്ല. അറ്റ് ദ സെയിം ടൈം എനിക്ക് ജെറിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഷീസ് നോട്ട് ആക്ച്വലി ലക്കി. അവള് ലക്കി ആയതുകൊണ്ട് എല്ലാവരും ജെറിൻ ചേച്ചീന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഓ ജെറിൻ ചേച്ചി ഭയങ്കര ലക്കി. പക്ഷെ ആക്ച്വലി അവള് ലക്കി അല്ല. റാദർ ദാൻ ബീങ് ലക്കി അവൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങളെ 3 പേരെയും കമ്പയർ ചെയ്യുമ്പോഴേ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആള് ആക്ച്വലി ജെറിൻ ചേച്ചി. ആൻഡ് ആ ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടുള്ള ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള
മധുരമായിട്ടുള്ള കാര്യങ്ങളാണ് അവൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ പരസ്പരം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ നിങ്ങളുടെ പപ്പയിൽ നിന്നും മമ്മിയിൽ നിന്നും കിട്ടിയുള്ള അധ്യാപകരിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പാട്ട് കൂടിയിട്ട് നിങ്ങൾ ഒരുമിച്ച് പാടുമെങ്കിൽ ഒരു കൂടുതൽ സന്തോഷമായി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തെങ്കിളി, പൈങ്കിളി മലത്തെങ്കിളി. നീലമാലാകെ നിൻ മൗനമുള്ളാകെ ഒരു തുലാമഴയായി ചാറുന്നു പെയ്തു തീരാതെ, കാലമോരോന്നും പഠിച്ചാരി മാഞ്ഞാലും മതിവരാമനമായി ഞാനിന്നും കാത്തു നിൽക്കുന്നു. ജീവിതം പ്രചോദനാത്മകമാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മെറിനും ജെറിനും അന്നയും. തീർച്ചയായിട്ടും ഈ കൂട്ടുകാരുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് കരുത്തുറ്റതാവട്ടെ. കൂടുതൽ ആളുകൾക്ക്, കൂടുതൽ കൂട്ടുകാർക്ക് ഇത് ഒരു പ്രചോദനമായി മാറട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.